ഒരുപാട് ആളുകൾ പറയുന്നൊരു കാര്യമാണ്, എൻ്റെ കൂടെ ജോലി കയറിയ ആളുകൾക്കൊക്കെ പ്രൊമോഷൻ കിട്ടി, എനിക്ക് ശേഷം വന്നവർക്കും പ്രൊമോഷൻ കിട്ടി, എനിക്ക് മാത്രം പ്രൊമോഷൻ കിട്ടിയില്ല എന്ന് പറയാറുണ്ട്. കാരണം വളരെ സിമ്പിളാണ്. 10ാം ക്ലാസ്സോ +2 കഴിഞ്ഞിട്ട് ജോലി കയറിയാൽ സ്വാഭാവികമായിട്ടും പ്രൊമോഷൻ കിട്ടില്ല, അതേ സ്ഥലത്ത് നിൽക്കേണ്ടി വരും. പക്ഷേ കൂടെ ജോയിൻ ചെയ്തവർ പലരും ഡിഗ്രി കഴിഞ്ഞവരും PG കഴിഞ്ഞവരായിരിക്കാം. ചിലരൊക്കെ ഡിഗ്രിയും PGയും കഴിഞ്ഞിട്ട് പിന്നീട് ജോയിൻ ചെയ്തിട്ടും അവർക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു സന്തോഷ വാർത്ത പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ SSLCയോ +2 ഡിഗ്രിയോ മാത്രം ഉണ്ടായിട്ടൊരു ജോലി കയറുകയും പ്രൊമോഷന് ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ ഒരു പേടിയും പേടിക്കേണ്ട. കാര്യം ഇപ്പം നിങ്ങളുടെ ജോലി രാജിവെക്കാതെ, ജോലിയിൽ ലീവ് എടുക്കാതെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, ഏറ്റവും നല്ല എന്ന് പറഞ്ഞാൽ NAC A+, അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റി, NIRF റാങ്കിൽ ഏറ്റവും ടോപ്പ് റാങ്കിങ്ങിൽ വരുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാം ഡിഗ്രിയും PGയും ഒക്കെ വീട്ടിലിരുന്നു കൊണ്ട്. 100% ഓൺലൈനായിട്ടാണ്. നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ അപ്ലൈ ചെയ്താൽ മതി, വീട്ടിൽ നിന്ന് തന്നെ പരീക്ഷ എഴുതാം, വീട്ടിൽ നിന്ന് തന്നെ പഠിക്കാം, എവറിത്തിങ്. അവസാനം സർട്ടിഫിക്കറ്റും വീട്ടിലെത്തുന്നത് ഓൺലൈനാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ നിന്ന്, അത് നിങ്ങൾക്ക് അമൃതയിൽ നിന്ന് എടുക്കാം, GLA നിന്ന് എടുക്കാം, മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുക്കാം, അമിറ്റിയിൽ നിന്ന് എടുക്കാം, അങ്ങനെ ധാരാളം യൂണിവേഴ്സിറ്റികളുണ്ട്. ഈ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് ഏത് കോഴ്സാണ് യോജിച്ചത്, നിങ്ങൾക്ക് ജോലിക്ക് പ്രൊമോഷൻ കിട്ടാൻ ഏറ്റവും നല്ലതാണ്, നിങ്ങളുടെ സാമ്പത്തികം വെച്ച് ഏറ്റവും നല്ലത് ഏതാണ്, നിങ്ങൾക്ക് കോഴ്സ് ഏറ്റവും നല്ല കോഴ്സ് ഏതാണ്, ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി ഏതാണ്, ഇതെല്ലാം നമ്മൾ സഹായിക്കാം. എഡ്യൂഫോളിയോയിൽ കോൺടാക്ട് ചെയ്താൽ മതി, നല്ല കരിയർ ഗൈഡൻസ് കിട്ടും, നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ താഴെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായ കരിയർ ഗൈഡൻസ് കിട്ടും, നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവും എന്നുള്ളതാണ്. സോ കീപ്പ് ഇൻ ടച്ച് വിത്ത് എഡ്യൂഫോളിയോ.